പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 പേജ് നമ്പർ 78 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 9th ക്വസ്റ്റ്യൻ മുതലാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ടിങ്കു വെയ്റ്റ് 35.75 കിലോഗ്രാം ഇൻ ജാനുവരി ആൻഡ് 34.50 കിലോഗ്രാം ഇൻ ഫെബ്രുവരി. ഹാസ് ഹി ഗെയിൻഡ് ഓർ ലോസ്റ്റ് വെയ്റ്റ്? ഹൗ മച്ച് ഈസ് ദ ചേഞ്ച്? ഇപ്പോൾ ടിങ്കു ജാനുവരിയിൽ 35.75 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ അതെന്തായി? 34.50 ആയി. അപ്പോൾ ടിങ്കു വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണോ ലോസ് ചെയ്യുകയാണോ ചെയ്തതെന്നുള്ളത് നമ്മൾ പറയണം. എത്രൻ്റെ ചേഞ്ചാണ് വന്നിട്ടുള്ളതെന്നും പറയണം. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സ് 35.75 ജാനുവരിയിലും 34.50 ഫെബ്രുവരിയിലുമാണ്. ഇവിടെ ഗ്രേറ്റർ ഏതാണ്? 35.75 ആണ് ഗ്രേറ്റർ. ഫെബ്രുവരിയിലത് സ്മോളർ ആണല്ലേ. അപ്പോൾ സിൻസ് 35.75 കിലോഗ്രാം ഗ്രേറ്റർ ദാൻ 34.50 കിലോഗ്രാം, ടിങ്കു ഹാസ് ലോസ്റ്റ് വെയ്റ്റ്. ജനുവരിയിലെക്കാട്ടിൽ വെയിറ്റ് ഇവിടെ കുറവാണ്, അതുകൊണ്ട് ടിങ്കുവിൻ്റെ വെയിറ്റ് ലോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രൻ്റെ ചേഞ്ചാണ് വന്നിട്ടുള്ളതെന്നൂടെ നമ്മൾ കണ്ടുപിടിക്കണം. നൗ ചേഞ്ച് ഇൻ ദ വെയിറ്റ് ഇസ് ഇക്വൽ ടു, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വെയിറ്റിലെ ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അതായത് 35.75 നിന്ന് 34.50 സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു നോക്കുക. അപ്പോൾ 35.75 മൈനസ് 34.50. 5 7 മൈനസ് 5 ഈസ് 2, 5 മൈനസ് 4 ഈസ് 1. അപ്പോൾ എന്താ? 1.25 കിലോഗ്രാമിൻ്റെ കുറവാണ് ജനുവരിയിലെക്കാട്ടിൽ ഫെബ്രുവരിയിൽ വന്നപ്പോൾ ചേഞ്ച് വന്നിട്ടുള്ളത്. 1.25 കിലോഗ്രാം. ഓക്കെ, ഇനി അടുത്തത് എക്സ്റ്റെൻഡ് ദി പാറ്റേൺ. അതൊക്കെ 5.5 6.4 ആയി. 6.4 വീണ്ടും കുറഞ്ഞു അല്ലേ. 6.39 ആയി. 6.39 7.29 ആയി. വീണ്ടും അത് കുറഞ്ഞ് 7.28 ആയി. അപ്പോൾ ഒരെണ്ണത്തിൽ ഇൻക്രീസ് ചെയ്യുന്നു, അടുത്തതിൽ ഡിക്രീസ് ചെയ്യുന്നു, അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെയാണോ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ 5.5 6.4 ആയി. അപ്പോൾ എത്രൻ്റെ ചേഞ്ചാണ് വന്നിട്ടുള്ളത്? 6.4 മൈനസ് 5.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്താൽ 5.5ൻ്റെ കൂടെ 0.5 കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 ആയി. അതിൻ്റെ കൂടെ 6ൻ്റെ കൂടെ 0.4 അതായത് 0.4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 6.4 ആവും അല്ലേ. അപ്പോൾ 5.5ൻ്റെ കൂടെ 0.5 കൂടെ 0.5 കൂടെ ആഡ് ചെയ്താൽ 6 ആവും. അതിൻ്റെ കൂടെ 0.4 കൂടെ ആഡ് ചെയ്താൽ 6.4 ആകും. അപ്പോൾ മൊത്തം 0.9 ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 0.9 ആഡ് ചെയ്തു. ഇനി 6.4ൽ നിന്ന് 6.39 ആയി. അപ്പോൾ എത്രയാണ് കുറഞ്ഞിട്ടുള്ളത്? 0.1 ആണ് കുറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ മെൻ്റലി ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ നിങ്ങൾ ഒന്ന് സബ്ട്രാക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. 6.39. അപ്പോൾ ഇവിടെ കൂടെ 0 ഇട്ട് കൊടുക്കുന്നു, കട്ട് ചെയ്ത് ഇവിടെ 3, ഇവിടെ 10 മൈനസ് 9 ഈസ് 1. ഇവിടെ എല്ലാം 0 ആയി. അപ്പോൾ 0.01ൻ്റെ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രൻ്റെ ഡിഫറൻസ് ആണ്? ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, ഇവിടെ സബ്ട്രാക്ഷൻ ആണ് വന്നിട്ടുള്ളത് 0.01. ഇനി ഇവിടെ അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ വന്നിട്ടുള്ളത്? 6.39 7.29 ആയി. അപ്പോൾ എത്രയാണെന്ന് അറിയണമെങ്കിൽ 7.29ൽ നിന്ന് 6.39 സബ്ട്രാക്റ്റ് ചെയ്യണം. 9 മൈനസ് 9 ഈസ് 0. ഇവിടെ കട്ടായിട്ട് ഇവിടെ 6 ആവും, ഇവിടെ 12 ആവും. 12 മൈനസ് 3 ഈസ് 9.0. കണ്ടോ, 0.9 തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പം 0.90 എന്ന് പറയുന്നത് തന്നെയാണ് 0.9. അപ്പോൾ 0.9 ഇവിടെ ആഡായി. ഇവിടെയോ 7.29 എന്തായി? 7.28 ആയി. അപ്പോൾ ഇവിടെയും 0.01ൻ്റെ സബ്ട്രാക്ഷനാണ് വന്നിട്ടുള്ളത്. സോറി, ഇവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഇത് 8.18 ആണ് കേട്ടോ. ഇത് 8.17 അങ്ങനെയാണ് വരിക കേട്ടോ. പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്.
അപ്പോൾ ഇവിടെ 7.28 8.18 ആയി. അപ്പോൾ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 8.18 നിന്ന് 7.28 സബ്ട്രാക്ട് ചെയ്യുന്നു. 0, ഇവിടെ 7, ഇവിടെ 11. 11 - 2 is 9. കണ്ടോ? ഇവിടുന്ന് ഇവിടേക്ക് വന്നപ്പം 0.9 ആഡായി. ഇവിടെയോ 8.18 8.17 ആയി. അപ്പോൾ 0.01 ഇവിടെ സബ്ട്രാക്റ്റ് ആയി. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് 0.9 ആഡ് ആകുന്നുണ്ട്, 0.01 സബ്ട്രാക്റ്റും ആകുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സബ്ട്രാക്ഷനാണ് നടന്നത്. അപ്പോൾ ഇവിടെ ഇനി എന്തായിരിക്കും? ആഡാകും അല്ലേ? 8.17 എന്തായിട്ട് മാറും? 8.17 എത്ര വെച്ചാണ് ആഡായിക്കൊണ്ടിരിക്കുന്നത്? 0.9 ആണ് ആഡായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ 7, 9 + 1 10, 8 + 1 9. അപ്പോൾ അടുത്ത പാറ്റേണിൽ ഇവിടെ എന്താ വരുന്നത്? 9.07 വരും. അടുത്ത ഇനി എന്തായിരിക്കും? അപ്പോൾ 0.9 ആഡായാൽ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? 0.01 സബ്ട്രാക്റ്റ് ആവും. അപ്പോൾ 9.07 നിന്ന് 0.01 സബ്ട്രാക്റ്റ് ആവും. 7 - 1 is 6. 0, 9. അടുത്ത എന്ത് വരും? 9.06 എന്ന് വരും. 9.06. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക, എത്ര വെച്ചാണ് ആഡാവുന്നത്, എത്ര വെച്ചാണ് സബ്ട്രാക്റ്റ് ആകുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? So, the sequence follows an increasing trend of 0.9 and then a decreasing trend of 0.01 alternatively. അങ്ങനെയും കൂടെ നിങ്ങളിവിടെ ഒരു സ്റ്റെപ്പ് എഴുതിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മില്ലിമീറ്റേഴ്സ് മേക്ക് 1 കിലോമീറ്റർ? എത്ര മില്ലിമീറ്ററാണ് 1 കിലോമീറ്റർ എന്നുള്ളത് പറയണം. അപ്പോൾ നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1000 മീറ്റർ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിലെ 1 മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. ഇനി 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 മില്ലിമീറ്റർ ആണ്. ഇങ്ങനെയാണ് പോകുന്നത്. 1 സെൻറ്റിമീറ്റർ ഈസ് 10 മില്ലിമീറ്റർ, 1 മീറ്റർ ഈസ് 100 സെൻറ്റിമീറ്റർ, 1 കിലോമീറ്റർ ഈസ് 1000 മീറ്റർ. ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ 1 കിലോമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1000 മീറ്റർ, മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലാക്കുമ്പം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ വീണ്ടും മില്ലിമീറ്റർ ആക്കുമ്പം 10 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എല്ലാം കൂടെ ചെയ്യുമ്പോൾ എത്ര സീറോ വരും? 1 2 3 4 5 6 സീറോസ് വരും. അപ്പോൾ 1 2 3 4 5 6 ഇത്രയും മില്ലിമീറ്ററാണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ട് എഴുതുക കേട്ടോ. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. മീറ്ററിനെ വീണ്ടും സെൻറ്റിമീറ്ററിലാക്കുന്നു. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ. അപ്പം മില്ലിമീറ്ററിനെ മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കിലോമീറ്ററിനെ മില്ലിമീറ്ററിലോട്ടാക്കണമെങ്കിൽ 1000 × 100 × 10 അല്ലെങ്കിൽ 1000 × 1000 ചെയ്താലും മതി. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ റെയിൽവേ ഓഫേഴ്സ് ഓപ്ഷണൽ ട്രാവൽ ഇൻഷുറൻസ് ഫോർ പാസഞ്ചേഴ്സ് ഹൂ ബുക്ക് ഇ-ടിക്കറ്റ്സ്. It cost 45 paise per passenger. If 1 lakh people opt for insurance in a day, what is the total insurance fees paid? അപ്പോൾ ഇന്ത്യൻ റെയിൽവേ പാസഞ്ചേഴ്സിന് കൊടുക്കുന്ന ഓപ്ഷണൽ ട്രാവൽ ഇൻഷുറൻസിൻ്റെ ഓഫറാണ്. എത്രയാണ്? ഒരു പാസഞ്ചറിന് 45 പൈസ വെച്ചിട്ട്. അപ്പം 1,00,000 പീപ്പിളാണ് ഇൻഷുറൻസ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ ഇൻഷുറൻസിന് പേ ചെയ്യേണ്ട ഫീസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു പാസഞ്ചറിന് 45 പൈസയാണല്ലേ. അപ്പോൾ നമുക്കതിനെ 1 lakh പീപ്പിൾ ആകുമ്പോൾ നമുക്കതിനെ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഈസി. അപ്പോൾ സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ദ ഇൻഷുറൻസ് ഫീസ് പെയ്ഡ് ഫോർ 1 passenger is equal to 45
പൈസ. 45 പൈസ എന്ന് പറയുന്നത് റുപ്പീസിലാക്കുമ്പോൾ എന്താവും? പൈസയെ റുപ്പീസിലാക്കണമെങ്കിൽ 100 പൈസയാണ് 1 രൂപ. അപ്പോൾ 45/100 ചെയ്യണം. പൈസയെ റുപ്പീസിലോട്ടാക്കുമ്പോൾ ഡിവിഷനാണ്, 100 ചെയ്യണം. അപ്പോൾ എന്ത് വരും? 0.45 റുപ്പീസ് എന്ന് വരും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 പ്ലേസസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഡെസിമൽ പ്ലേസ് മൂവ് ആകും. അപ്പോൾ 0.45 എന്ന് വരും. അടുത്ത സ്റ്റെപ്പ് എന്തെഴുതാം? സോ total insurance fee paid for 1 lakh passenger is equal to, ഇവിടെ ഇൻഷുറൻസ് ഫീ പെയ്ഡ് ഫോർ എന്നുള്ളത് ഒരേപോലെ വരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 കോമ ഇട്ടത് കേട്ടോ. 1 lakh പാസഞ്ചർ. അപ്പോൾ ഒരു പാസഞ്ചറിന് 0.45 ആണെങ്കിൽ 1 lakh പാസഞ്ചറിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 0.45 ഇൻറ്റു 1 lakh ചെയ്താൽ മതി അല്ലേ? 1 lakh ഇസ് ഇക്വൽ ടു, അപ്പോൾ 0.45നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ഇവിടെ നിന്ന് എത്ര പ്ലേസ് മൂവ് ആകും? ഇവിടെ 5 സീറോസ് ഉണ്ട്, 5 പ്ലേസസ് ഇങ്ങോട്ട് മൂവ് ആകും. അപ്പോൾ 5 പ്ലേസസ് മൂവ് ആകുമ്പം, അതായത് 0.45ൻ്റെ 5 പ്ലേസസ് മൂവ് ആകുമ്പോൾ എന്താവും? 1 2 3 4 5 അല്ലേ? ഇവിടെ പ്ലേസസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് ഡെസിമൽ പോയിൻ്റ് ഇങ്ങോട്ട് മാറും. അപ്പോൾ എന്താവും? 45 എഴുതിയിട്ട് 1 2 3 zeros ഇട്ട് കൊടുക്കും. 0.0. അപ്പോൾ ഇത്രയും കിട്ടി. എത്രയാണ്? 45,000 റുപ്പീസ് പേ ചെയ്യണം. ഓക്കെ. അടുത്തത് വിച്ച് ഈസ് ഗ്രേറ്റർ? ഇതിലേതാണ് ഗ്രേറ്റർ? 10/1000 ഓർ 1/10? ഇതിലേതാണ് ഗ്രേറ്റർ എന്ന് കണ്ടുപിടിക്കണം. 10/1000 എന്ന് പറയുന്നത് എന്താണ്? 10/1000 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഓരോ 0 അങ്ങ് കട്ട് ചെയ്യാം. ഇതെന്താവും? 1/100 ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ 100ൻ്റെ ഇതിലാണ് കിട്ടിയത്. അപ്പോൾ 1/10നെ കൂടെ നമുക്ക് ഹൺഡ്രഡ്സിൽ എഴുതിയ എന്താവും? 1/10 എന്ന് പറയുന്നത് 10 hundreds ആണ്. ഓക്കെ. അപ്പോൾ ഇതിലേതാണ് ഗ്രേറ്റർ? 10 hundreds ആണ് ഗ്രേറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1/10 ഈസ് ഗ്രേറ്റർ ദാൻ 10/1000. ഓക്കെ. 10,000s എന്ന് പറയുന്നത് 100s ആണ്. 1/10 എന്ന് പറയുന്നത് 10 hundreds ആണ്. അപ്പോൾ ഇതിലേതാ ഗ്രേറ്റർ? 10 hundreds ആണ് ഗ്രേറ്റർ. 10 hundreds എന്ന് പറയുന്നത് 1/10 ആണ്. അപ്പോൾ 1/10 ഈസ് ഗ്രേറ്റർ ദാൻ 10 hundreds. അടുത്ത 100 ഓർ 90,000s. 100 എന്ന് പറയുമ്പം 1/100 ആണ്. ഇതാണോ 90,000s? 90,000s എന്ന് പറയുമ്പോൾ 90/1000 തൗസൻഡ്സ് ആണ് കണ്ടോ. അപ്പോൾ 90/1000. 90/1000 എന്ന് പറയുന്നത് എന്താ? 9/100. അപ്പോൾ 1/100 ആണോ 9/100 ആണോ ഗ്രേറ്റർ? 9/100 ഈസ് ഗ്രേറ്റർ ദാൻ 1/100. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 90,000s ഈസ് ഗ്രേറ്റർ. നമുക്ക് ഈ സൈൻ കൊടുക്കാം. 100 ലെസ് ദാൻ 90,000 അല്ലെങ്കിൽ 90,000s ഗ്രേറ്റർ ദാൻ 100. അടുത്തത് 1,000 എന്ന് പറയുമ്പം 1/1000 ഓർ 90 hundreds. 90/100. അപ്പോൾ ഇവിടെ നമ്മൾ എന്താക്കണം? തൗസൻഡ്സിലാക്കണം. തൗസൻഡ്സിലാക്കുമ്പോൾ ഇത് 900/1000 എന്ന് വരും. ഇതിലേതാണ് ഗ്രേറ്റർ? 900/1000 ആണ് ഗ്രേറ്റർ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 90 hundreds ഗ്രേറ്റർ ദാൻ 1,000. ഇങ്ങനെ എഴുതാം കേട്ടോ.